പ്രശാന്തേ, ഇക്കഴിഞ്ഞ ദിവസം അലുവ അതുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കരുനാഗപ്പള്ളിയിൽ ഹൈവേയിൽ ഒരു കൊടും കൊലപാതകം നമ്മൾ കണ്ട് സാധാരണക്കാരൻ ഞെട്ടിപ്പോയ കൊലപാതകം, അതുമായിട്ട് ബന്ധമുണ്ട്. ഈ ആൾത്തറ, തിരുവനന്തപുരത്ത് ആൾത്തറ വിനീഷ് വധം, അത് ഇത്തരത്തിലൊരു ഒരു ഒരു കൊലപാതകമല്ലേ? ഈ ആൾത്തറ വിനീഷ് വധം ഈ അലുവ അതുലിൻ്റെ വധവുമായി നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു പ്ലാൻ, ഇത് ഏതാണ്ട് സ്ട്രാറ്റജിയാണ്, സെയിം ഡയറക്ടോറിയൽ വർക്ക്, ഇത് ഡയറക്ഷൻ ഇങ്ങനെയാണ്, സെയിം സ്ക്രിപ്റ്റ്, ഈ ലൊക്കേഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. തിരുവനന്തപുരം ഒന്നും മറ്റത് കരുനാഗപ്പള്ളി ആണെന്നും. എന്താ ഇതിൽ ഈ ആൾത്തറ വിനീഷ് വധവും അലുവ അതുൽ വധവും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ആ സർക്കംസ്റ്റാൻസസ് എന്തൊക്കെയാണ് കാരണങ്ങൾ ഒന്ന് വിവരിക്കുക. ഒരു സെയിം സ്റ്റൈൽ ഓഫ് മോഡ് ഓഫ് ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നത്, സെയിം സ്റ്റൈൽ ഓഫ് ക്രൈം. അതെ, ഒന്ന് പറയൂ. അതായത് ഈ ആൽത്തറ വിനീഷ് എന്ന് പറയുന്ന വ്യക്തി തിരുവനന്തപുരം ടൗണിനെ നടുക്കി തൻ്റെ ക്രൈം എല്ലാം നടത്തിക്കൊണ്ടിരുന്ന ഗുണ്ടാപ്പിരിവ്, പെൺവാണിപ്പ് അടക്കമുള്ള മൊത്തം കാര്യങ്ങൾക്കും ഇടനിലക്കാരൻ, ഒരു മീഡിയേറ്ററായിട്ടും, അതുപോലെ തന്നെ ക്രിമിനൽ ആക്ടിവിറ്റി, കൊലപാതകം, മോഷണം, തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണി, ഇങ്ങനെ ഒരു കുറ്റവാളിക്ക് വേണ്ട ഗുണമേന്മകൾ എന്തെല്ലാമാണോ അതെല്ലാം ISI മുദ്രയോടുകൂടി പതിപ്പിച്ച് കിട്ടിയ ഒരു വ്യക്തിയായിരുന്നു. കുറ്റവാളിക്ക് അതായത് ക്രിമിനൽ വാസന. അതെ, ഒരു കുറ്റവാളിയെ നമ്മളൊരു കൊട്ടേഷൻ ഏൽപ്പിക്കുമ്പോൾ അയാൾക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ, മിനിമം യോഗ്യത, ആ യോഗ്യതകളെല്ലാം തന്നെ 100% തികഞ്ഞു കിട്ടിയ ISI മാർക്കുള്ള ഒരു ഗുണ്ടയായിരുന്നു ഈ പറയുന്ന ഈ ആൽത്തറ വിനീഷ് എന്ന് പറയുന്നത്. ഈ ആൽത്തറ വിനീഷിന് മെയിൻ ആയിട്ടുള്ള എതിരാളി എന്ന് പറയുന്നത് ശോഭ ജോൺ, കേട്ടിട്ടുണ്ടാവും, നമ്മുടെ തന്ത്രി കേസ്, അതുപോലെ തന്നെ പെൺവാണിപ്പം, തൻ്റെ ബ്യൂട്ടി പാർലറിൽ വരുന്ന പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി വാണിഭത്തിനായിട്ട് ഉപയോഗിക്കുക, മാംസക്കച്ചവടം, അതിൻ്റെയൊക്കെ ഒരു ഇടനിലക്കാരിയായിട്ടുള്ള ശോഭ ജോൺ. അവരുടെ ഭർത്താവും ഒരു ഗുണ്ടയാണ്, പെൺഗുണ്ട അല്ല, കേരളത്തിലാകത്തെ പെൺഗുണ്ട. കേപ്പൻ അനിൽ എന്നാണ് ഇവരുടെ ഭർത്താവിൻ്റെ പേര്. കേപ്പൻ അനിലിൻ്റെ ഭാര്യയാണ് ഈ ശോഭ ജോൺ. തന്ത്രിയെ ഈ ഹണി ട്രാപ്പിൽ പെടുത്തിയ കേസ് ഓർമ്മയുണ്ടല്ലോ, ശബരിമല പഴയ തന്ത്രിയെ, ആ ഒരു കേസിലെ 1ാം പ്രതിയാണ് ഈ പറയുന്ന ശോഭ ജോൺ. ഈ ശോഭ ജോണിൻ്റെ കാര്യങ്ങൾക്ക്, ഈ ശോഭ ജോണിൻ്റെ ഇല്ലീഗൽ ആക്ടിവിറ്റികൾക്കകത്ത് ഗുണ്ടാപ്പിരിവ് ചോദിച്ചതും ഈ കേപ്പൻ അനിയുടെ സഹോദരൻ, ഈ ഒരു രാജേന്ദ്രനോ അങ്ങനെ എന്തോ ഒരു പേരാണ്, അതായത് ഈ കേപ്പൻ അനിയുടെയും അതുപോലെ തന്നെ ഈ കേസിലെ പ്രതിയായിട്ടുള്ള രാജേന്ദ്രൻ്റെയും സഹോദരന്മാരെ വെട്ടിക്കൊലപ്പെടുത്തിയായിരുന്നു ഈ ആൽത്തറ വിനീഷ്. അപ്പോൾ അതിൻ്റെ ഒരു പക ഇങ്ങനെ ഉള്ളിലിട്ട് ഇങ്ങനെ നീട്ടി കൊണ്ടു നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കേസിൽ നിന്ന് പുറത്തിറങ്ങിയ ഈ ആൽത്തറ വിനീഷ് ജാമ്യ വ്യവസ്ഥ അനുസരിച്ച് സിറ്റി പോലീസ് കമ്മീഷണറുടെ മുൻപിൽ വന്ന് എല്ലാ ദിവസവും ഒപ്പിടണം. അങ്ങനെ ഒപ്പിട്ട് ഇറങ്ങുന്നതിനിടയിൽ ഈ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് വെച്ച് പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തിന് മുൻപിലിട്ട് ആൽത്തറ വിനീഷിനെ വെട്ടിക്കൊല്ലുകയാണ് ഉണ്ടായത്. അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റൈൽ ഓഫ് ക്രൈം. ഈ അതുൽ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജിം സന്തോഷിനെ വധിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങി ജാമ്യാവസ്ഥ പാലിക്കുവാനായി പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിട്ട് മടങ്ങുന്നതിനിടയിൽ പിന്തുടർന്ന് കൊല്ലുന്നു. ഇത് പിന്തുടരാനൊന്നും പോയില്ല, ആ പോലീസ് ആസ്ഥാനത്തിന് മുൻപിലിട്ട് തന്നെ ഈ പറയുന്ന ആൽത്തറ വിനീഷിനെ വെട്ടി തീർത്ത് കളഞ്ഞു. ഈ സംഭവം നടക്കുന്നത് 2009 ജൂൺ 1 ഉച്ചയോടെയാണ്. ആൽത്തറ ജംഗ്ഷൻ ചേട്ടനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ചേട്ടൻ തിരുവനന്തപുരക്കാരനായതുകൊണ്ട് തന്നെ ചേട്ടൻ ആൽത്തറ ജംഗ്ഷൻ അറിയാം. ശാസ്ത്രമംഗലം തിരക്കുള്ളൊരു സ്ഥലമാണ്. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികളെന്ന് പറയുന്ന 1ാം പ്രതി ഈ ശോഭ ജോണാണ്, 2ാം പ്രതി പൂക്കട രാജൻ എന്ന രാജേന്ദ്രൻ, 11ാം പ്രതി രാധാകൃഷ്ണൻ എന്നിവരെ അതിനുശേഷം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ശേഷം ഇവരെ എല്ലാവരെയും തന്നെ വെറുതെ വിട്ടു, ഈ പ്രതികളെ വെറുതെ വിട്ടു. അപ്പോൾ അതാണ് നമുക്ക് ഈ ചർച്ചയിലേക്ക് വരേണ്ടത്. അതായത് ഈ ആൽത്തറ വിനീഷ് ആണെങ്കിലും ഈ പറയുന്ന നമ്മുടെ ഈ അലുവ അതുലാണെങ്കിലും ഈ പറയുന്ന നമ്മുടെ ഈ ജിം സന്തോഷിനെ കൊന്നിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല, ഒരു കൊല്ലം ആകാൻ പോകുന്നു. ഈ മാസം അവസാനത്തോടു കൂടി ഏകദേശം 1 കൊല്ലം ആകാൻ പോകുന്ന സമയത്താണ് ഈ പറയുന്ന അലുവ അതുല് ക്രൂരമായി വെട്ടേറ്റ് കൊല്ലപ്പെടുന്നത്. ചിന്തിച്ചു നോക്കുക, ഒരു കരടിയുടെ യുദ്ധതന്ത്രമുണ്ട്. കരടി ഇരകളെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയൂ? കരടി ഇരകളുടെ കാല് ആദ്യം നശിപ്പിക്കും, ഇര ഓടി രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തുവാനായി. ശേഷമാണ് ഈ ഇരയെ ഭക്ഷിക്കുന്നത്. അത് കരടിയുടെ ഒരു ഹണ്ടിങ് സ്ട്രാറ്റജിയാണ്. ആ സെയിം സ്ട്രാറ്റജിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ അതുലിൻ്റെ കാല് വെട്ടുന്നു ഓടി രക്ഷപ്പെടാതിരിക്കാൻ, പിന്നെ ഇടുപ്പ് തകർക്കുന്നു, കൂടെയുള്ള മനുവിനെ വെട്ടി പരിക്കേൽപ്പിക്കുന്നു. പക്ഷേ ടാർഗറ്റ് ആരാണ്? അതുൽ മാത്രമാണ്. ഈ അതുലിനെ വലിച്ച് പുറത്തിട്ടിട്ട് അതുൽ അപേക്ഷിക്കുന്നുണ്ട്, എന്നെ ഒന്നും ചെയ്യരുത്. പക്ഷേ ആ
ആ നിലവിളികളൊന്നും തന്നെ കൊലവിളിക്ക് മുന്നിൽ ചെവിപ്പോകുന്നില്ല. ക്രൂരമായി വെട്ടേറ്റുന്നു. നമ്മൾ ആ വീഡിയോ കണ്ടതാണ്. മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു രംഗം. തലയുടെ ഈ ഭാഗം വെച്ച് വെട്ടി പുലർത്തിയിട്ടിരിക്കുന്നു. ആ സമയത്തും അയാളുടെ കണ്ണുകൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണപ്പെടുന്നത്. നമുക്ക് കിട്ടിയ വീട്ടിൽ ആ കണ്ണുകൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജീവനുണ്ട്, അയാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. കാലുകൾ വെട്ടിമാറ്റുന്നു. ഇവിടെ പറയുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൽത്ര വിനീഷിനെയും സെയിം ടു സെയിം സ്ട്രാറ്റജി. അയാൾ ഓടി രക്ഷപ്പെടാതിരിക്കാണ്ട് അയാളെ ആക്രമിക്കുന്നു, വെട്ടി പല കഷ്ണങ്ങളാക്കി മാറ്റുന്നു. 11 പ്രതികളാണ്, 11-12 പ്രതികളാണ് ഒരു ക്രൈമിൽ ഇൻവോൾവ് ആകുന്നത്. ഒരു മനുഷ്യനെ കൊല്ലുവാനായി 11 പേര് കൂടി ഒരു മനുഷ്യനെ വട്ടം ചുറ്റിയിട്ട് വെട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കുക. അയാൾ ഗുണ്ടയാവട്ടെ, അയാൾ ക്രിമിനലാവട്ടെ, എന്തുമായിട്ട് അതിനല്ലേ ഇവിടെ നിയമവും നിയമവ്യവസ്ഥകളും ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാമ്യം, ഒരു കൊല ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊലയാളിയുടെ ഏറ്റവും വലിയ ധൈര്യം എന്താണ് ചേട്ടാ? എനിക്ക് ഇത്ര ദിവസം കഴിയുമ്പോഴേക്കും ജാമ്യം കിട്ടും, ഞാൻ പുറത്തിറങ്ങും, പിന്നെ ഞാൻ നോർമൽ ജീവിതം, ഇതുമായിട്ടൊന്നും ബന്ധമില്ലെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് കണക്ട് ചെയ്തു പോകാം. അതിപ്പോൾ ഇവിടെ പ്രതിപാദിക്കേണ്ട വിഷയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ നിയമവ്യവസ്ഥയിലെ ഒരു ലൂപ്പിനെ സൂചിപ്പിക്കാനായിട്ടാണ് ഞാനത്. അല്ല, അത് ഇന്ത്യൻ നിയമവ്യവസ്ഥ. അതെ, അത് ഞാൻ പറയുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൊറോണ കഴിഞ്ഞ ഇടയ്ക്ക് 2019-20 കാലഘട്ടത്തിൽ നമ്മുടെ സെന്റ് തോമസ് കോളേജിൽ ഒരു അരും കൊല നടന്നു. ഒരു പ്രണയപ്പക, പഠിക്കാൻ വളരെ മിടുക്കിയായിട്ടുള്ള മിഥുനമോൾ എന്ന് പറയുന്ന പെൺകുട്ടിയെ അവളുടെ കാമുകൻ കഴുത്തറുത്ത് കൊല്ലുകയാണ്. അവരിരുന്ന് സംസാരിക്കുന്ന കൂട്ടുകാരെല്ലാം കാണുന്നത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു അലറിക്കരച്ചിൽ കേട്ട് ഓടിച്ചില്ലെന്ന ആളുകൾ കാണുന്നത് കഴുത്തിൽ ആഴത്തിലുള്ള മുറിവേറ്റ് രക്തത്തിൽ കുളിച്ചു കിടന്ന് പിടയുന്ന ആ പെൺകുട്ടിയെയാണ്. ഈ യുവാവ് അവിടെ നിന്ന് ഒരിടത്തും പോകാതെ കുറച്ച് മാറി അയാൾ അവിടെ ഇങ്ങനെ കയ്യും കെട്ടി ഇരിക്കുകയാണ്. ആ സ്റ്റെപ്പിൽ ഇരിക്കുന്നു. ഈ പേപ്പർ കട്ടർ ഉണ്ടല്ലോ, നമ്മുടെ നടരാജിൻ്റെയൊക്കെ പേപ്പർ കട്ടർ വലുത്, അതൊരെണ്ണം മേടിച്ച് വെച്ച് കഴുത്തിലെ ഞരമ്പിലേക്ക് കുത്തി ഇറക്കിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ആ പെൺകുട്ടി മരിയൻ ഹോസ്പിറ്റലിൽ വെച്ച് ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥ. അതിനുശേഷം പോലും ലവലേശം പോലും ഒരു കുറ്റബോധമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ പ്രതിയുടെ ചിത്രങ്ങൾ. 20 വയസ്സെങ്ങാണ്ടേ ആ പ്രതിക്ക് പ്രായമുള്ളൂ. ആ സമയത്ത് 19 കഴിഞ്ഞ് 20ലേക്ക് കടക്കുന്നതേ ഉള്ളൂ. ആ പ്രതി ഇന്ന് ആ കൂത്താർകുളം സ്വദേശിയാണ്, ബോക്സറാണ്, അങ്ങനെ കുറേ സ്പോർട്സ് ആക്ടിവിറ്റികളിലൊക്കെ പങ്കെടുക്കുന്ന ആ യുവാവിനെ കുറിച്ച് ഞാൻ ഈയിടെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് കൂത്താർകുളം കൂടിയാണ്, ഞാൻ പാലായ്ക്ക് പോകുന്നത്. എനിക്കത് എളുപ്പ വഴി അതാണ്. ഞാൻ സ്ഥിരമായി കോഫി കുടിക്കുന്ന, ഇവിടുന്ന് പുറപ്പെടുന്ന വണ്ടി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത്, എൻ്റെ ബൈക്കാവട്ടെ കാറാവട്ടെ, അതിൻ്റെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കൂത്താർകുളം ടൗണിൽ നിന്ന് രാമപുരത്തേക്ക് തിരിയുന്നിടത്തുള്ള ഒരു ചായക്കടയുടെ മുന്നിലാണ് ഞാനിങ്ങനെ ഇത് നിർത്താറുള്ളത്. അപ്പം ഞാൻ കഴിഞ്ഞ 9 തവണ ഞാൻ പോകുമ്പോൾ ഈ കേസ് ചേട്ടനറിയാലോ, ഞാൻ ക്രൈം കേസുകൾ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ഈ ക്രൈം റിപ്പോർട്ടുകൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ്. ആ പ്രതി ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ആ കേസ് എന്തായി, ആ കേസിൻ്റെ നടപടികൾ എന്തൊക്കെയാണ്, ആ കേസ് ഏത് ട്രാക്കിലാണ് പോകുന്നത്, ഇതൊക്കെ തന്നെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഇന്ന പോലെ കൂത്താർകുളം ടൗണിൽ ചായ കുടിക്കാണ്ട് വന്നപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ മാധ്യമരംഗത്തേക്ക് വരുവാൻ കൊതിയുള്ള 2 കുട്ടികൾ എൻ്റെ കഴുത്തിലെ ID കാർഡ് കണ്ടിട്ട്, ഞാൻ എവിടെ പോയാലും ID കാർഡ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം പ്രസ് കാർഡ് കണ്ടിട്ട് ഇവർ എൻ്റെ അടുത്ത് ചേട്ടാ ചാനലാണ്. അപ്പം ഞാൻ പറയാം, അതെ ഞാൻ അബാക് മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇന്ന പോലെയാണ്, ഇന്ന പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് ഇവർ ആ ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവർക്ക് മീഡിയയിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്നുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോഴേക്കും ആ പയ്യനും എന്നെപ്പോലെ തന്നെ ക്രൈം ഇൻവോൾവ്ഡ് ആയിട്ടുള്ള വാർത്തകൾ ചെയ്യാനാണ് താല്പര്യം. ത്രില്ലിംഗ് ആയിട്ടുള്ള ന്യൂസുകൾ ചെയ്യാനായിട്ട് യുവതലമുറയ്ക്ക് എന്നും ഒരു താല്പര്യമാണ്. എന്നെപ്പോലെ പ്രായമായവരുടെ കാര്യമല്ല പറയുന്നത്, യുവതലമുറയുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് കുറച്ചുകൂടി ക്രൈം കേസുകളോട് താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാഷ്വൽ ടോക്കിൽ ഞാൻ ഈ പയ്യനോട് ചോദിച്ചു, ഏട്ടാ മോനെ, പാലായിലെ ആ കോളേജിലെ കേസിലെ ആ പയ്യൻ ഇവിടെ ഉള്ളതല്ലേ, അവനിപ്പോൾ എന്ത് ചെയ്യുന്നു? പറഞ്ഞു, ചേട്ടാ അവൻ ജാമ്യത്തിലേക്ക് ഇറങ്ങിയതാ, ഇവിടെ കൂളായിട്ട് നടക്കുന്നു, അവൻ ഇതിലൂടെ നടക്കുന്നു, അവന് കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞ പെൺകുട്ടിയുടെ കുടുംബം ഒരു ഗുണ്ട പാരമ്പര്യം ഉള്ളതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവനെ തിരിച്ച് അറ്റാക്ക് ചെയ്യപ്പെടും. ഈ പ്രതിയെ സംരക്ഷിക്കണം, അതായത് അയാൾ കുറ്റം ചെയ്തു, അതിനുള്ള ശിക്ഷ വിധിക്കുന്നവരേക്കും അയാളെ സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. അയാൾക്കൊരു സംരക്ഷണം നൽകണം. കാരണം ഒരു കൊലയ്ക്ക് മേലെ ഒരു കൊല, അതിനെ തുടർന്ന് അതിൻ്റെ പകയ്ക്ക് മറ്റൊരു കൊല, ഇങ്ങനെ കൊലകൾ ഇങ്ങനെ ഒരു ചങ്ങലക്കണ്ണി പോലെ ലിങ്ക് ചെയ്ത് പോകുമ്പോഴേക്കും നഷ്ടപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ചേട്ടാ? ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ സമാധാനമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു എന്താ പറയുക, നടു റോഡിൽ നടക്കുന്ന വെട്ടിക്കൊലകളും ചോരയും ഒന്നും കാണാൻ അത്ര സുഖമുള്ള കാര്യങ്ങളൊന്നും അല്ല. കാര്യം നമ്മൾ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട്, നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അവിടെ പോയിട്ട് തന്നെ വരുമ്പോൾ ചേട്ടൻ പൊളിറ്റിക്സ് ആയതുകൊണ്ട് ചേട്ടൻ അറിയില്ല, പക്ഷേ നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങൾ പോയിച്ച് വന്നു കഴിയുമ്പോഴേക്കും കുറച്ച് ദിവസങ്ങൾ നമ്മുടെ മാനസികാവസ്ഥ പോലും കറക്റ്റായിട്ടുള്ളൊരു
മെന്റൽ സ്റ്റേജിലല്ല നമ്മൾ. അല്ല, അത് നമ്മൾ സാധാരണ മനുഷ്യനാണെങ്കിലും ഇപ്പം ഞാൻ പറയാം, ഈ ഒരു ട്രെയിൻ തട്ടിയുള്ള ഒരു മരണമാണെങ്കിൽ പോലും ആ മരണക്കാഴ്ച, ആ കിടക്കുന്ന ബോഡി കണ്ടാൽ ചിലപ്പോൾ നമ്മൾ ഒരാഴ്ചത്തേക്ക് പോലും ആഹാരം കഴിക്കും. അതാണ് ചേട്ടാ ഞാൻ പറഞ്ഞത്, കൊല്ലപ്പെടുന്നവനോ എനിക്ക് അനുഭവമുണ്ട്. കൊല്ലപ്പെടുന്നവനോ കൊല ചെയ്യുന്നവനോ മാത്രമല്ല ഇത് അനുഭവിക്കുന്നത്. അത് ആ ഒരു സമയത്തെ മാനസികാവസ്ഥയാണ്. അതാണ് ഞാൻ പറയുന്നത്. ആ ഒരു പിന്നെ എന്താ പറയാ, ഞാൻ ഒരു സംഭവം കൂടി ഇതിനകത്തോട്ട് കൂട്ടിച്ചേർത്ത് പറയാം. ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരു സംഭവം കൂടി ഞാനത് കൂട്ടിച്ചേർത്ത് പറയാം. KT ജയകൃഷ്ണൻ മാസ്റ്റർ വധം, വിദ്യാർത്ഥികളുടെ മുൻപിലിട്ട് അധ്യാപകനെ വെട്ടിക്കൊന്ന ആ ക്രൂര ദൃശ്യത്തിന് സാക്ഷിയായ ഒരു പെൺകുട്ടി, അവളുടെ മനോനില തെറ്റി, അവൾ വർഷങ്ങളോളം ആ മനോനില തെറ്റി സ്വാഭാവികമാണെങ്കിൽ മനോനില തെറ്റി. അവൾ ഈ കഴിഞ്ഞ വർഷം മരണത്തിന് കീഴടങ്ങി. അതുവരേക്കും അവൾക്ക് മനോനില തെറ്റി. ഒരു കോമൺ മൈൻഡ്, ഒരു സാധാരണക്കാരൻ, ആരോഗ്യമുള്ള മനസ്സുള്ള ഒരാൾക്ക് ഇന്നലത്തെ ആ കാഴ്ച കാണാൻ കഴിയും ഇല്ല. പക്ഷെ നമുക്ക് പോലും, നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ്. നമ്മൾ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള അതൊക്കെ ഉണ്ടാവും, അതൊക്കെ അത് നമ്മുടെ പാർട്ട് ഓഫ് ദ ഗെയിം, അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ ഭാഗം. നമ്മൾ പോലും ആ വിഷ്വൽ കണ്ടിട്ട് കുറച്ച് നേരത്തെ എനിക്കത് കാണണ്ട എന്ന് പറഞ്ഞ ഈ ചേട്ടൻ മുഖം മാറ്റിക്കൊണ്ട് പോയി. തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ചേട്ടാ ഇതാണ് ആ വീഡിയോ എന്ന് പറഞ്ഞു ചേട്ടൻ എനിക്കത് കാണണ്ട, ചേട്ടനത് ഏതായാലും നമുക്ക് ഈ ആൾത്ര വിനീഷ് വധവും ഇത് കമ്പയർ ചെയ്യുമ്പോഴേക്കും സെയിം ടു സെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞു. രണ്ടുപേരും സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ ഒപ്പിട്ടിറങ്ങുന്നു. ഈ ജാമ്യാവസ്ഥ പാലിക്കാണ്ട് ഒപ്പിട്ട് വരുന്ന രണ്ടുപേരിലെ ഒരാളെ നടുറോഡിലിട്ട് കുറച്ച് ദൂരം നടുറോഡിട്ട് കൊല്ലുന്നു, ഒരാളെ സ്റ്റേഷന് മുൻപിലിട്ട് കൊല്ലുന്നു. ചേട്ടാ, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ ആസ്ഥാനത്തിന് മുൻപിലിട്ടാണ് ആൾത്ര വിനീഷിനെ വെട്ടിക്കൊല്ലുന്നത്. അല്ല, അത് മാത്രമല്ല പ്രശാന്ത്, ഈ പിന്നെ നമ്മുടെ അട്ടക്കുളങ്ങര സെൻട്രൽ ജയിലിന് മുമ്പിൽ ഈ കരാട്ടെ ഫറൂഖ് എന്ന് പറഞ്ഞിട്ട് വള്ളക്കടവുള്ള ഒരു ക്രിമിനലിനെ കാല് വെട്ടിയെടുത്തു, ഇല്ല ബോംബെറിഞ്ഞ് തലയ്ക്ക് ബോംബെറിഞ്ഞ്. അത് വർഷം ഏതെന്ന് വെച്ചാൽ 1997. ഞാനന്ന് ദീപികയിൽ ജോലി ചെയ്യുകയാണ്. അത് തിരുവനന്തപുരം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഞാൻ ദീപികയിൽ ജോലി ചെയ്യുന്ന സമയമാണ്. ഉച്ചയ്ക്ക് റിസപ്ഷനിൽ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ വരുന്ന ഒരു ഫോൺ കോളാണ്. ഇന്നതുപോലെ തിരുവനന്തപുരത്ത് മണക്കാട് പോലീസ് സ്റ്റേഷൻ്റെ ഇടയിൽ ആ ഫറൂഖ് എന്ന് പറയുന്ന ഒരു കുറ്റവാളിയെ ബോംബെറിഞ്ഞ്, അന്ന് മൊബൈലൊന്നുമില്ല, ഓഫീസുകളിലേക്ക് ഇൻഫർമേഷൻ അങ്ങനെയാണ് വരാറുള്ളത്. തല തകർത്ത് കളഞ്ഞു. അത് തല തകർന്നു പോയി. നിങ്ങൾ അവിടെ നിന്ന് റിപ്പോർട്ടർ എത്രയും പെട്ടെന്ന് തരണം. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് റിസപ്ഷനിലെ ചേച്ചി ഒന്ന് ജസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ ഇരുന്നതാണ്. അപ്പോൾ തന്നെ ബ്യൂറോയിൽ പറഞ്ഞു, ഫോട്ടോഗ്രാഫർ പോയി ആ ചിത്രം എടുത്തു. ഞാൻ 1997 കഥയാണ് ഈ പറയുന്നത്. അന്ന് തിരുവനന്തപുരം നഗരം ഞെട്ടി. അപ്പൊ കുടിപ്പകകൾ എന്നും, പിന്നീട് സിനിമകളിലൊക്കെ രംഗങ്ങളായിട്ട് കുടിപ്പകകൾ എന്നും ഈ പറയുന്ന ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പകകൾ ഒരു തുടർക്കഥയാണ്. ചേട്ടാ, ഈ ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പകയുടെ തുടർക്കഥയുടെ കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടാണ് നമുക്ക് ഇവിടെ പറഞ്ഞു വെക്കാനുള്ള. ചേട്ടാ, ഈ ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പക അത് അവരവരുടെ കുടിപ്പകകൾ തീർക്കട്ടെ, പക്ഷെ ഇതിൽ ബലിയാടാക്കപ്പെടുന്നത് സാധാരണ ജനങ്ങളാണ്. ചേട്ടാ, ഒരു കുഞ്ഞു കുട്ടി അല്ലെങ്കിൽ ഒരു വളർന്നു വരുന്ന പ്രായത്തിലുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ മനോബലമില്ലാത്തൊരു വ്യക്തി ഇങ്ങനെ ഒഴുകിപ്പെടുന്ന രക്തവും ചിന്നിച്ചെതിരെ ശരീരവും കാണുന്ന അവസ്ഥയെക്കുറിച്ച് ചേട്ടൻ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്റെ മകനോ എന്റെ മകളോ അല്ലെങ്കിൽ അതൊന്നും ഇവിടെ പോലീസ് സംവിധാനത്തിനോ സർക്കാരിനോ ഒരു വിഷയമൊന്നുമല്ല. അതൊന്നും അവർക്കൊരു വിഷയമൊന്നുമില്ല. നിങ്ങൾ എന്തിനത് കാണാൻ പോയി എന്നായിരിക്കും പോലീസ് ചോദിക്കുന്നത്. അത് കാണാൻ പോകുന്നതല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആൾത്തറ ജംഗ്ഷൻ നിങ്ങൾ മാറ്റി നിർത്തുക. ഇന്നലെ കരുനാഗപ്പള്ളിയിൽ ഈ വിഷയം നടക്കുമ്പോൾ എത്ര സ്കൂട്ടർ യാത്രക്കാർ നോക്കിയിട്ട് ഞാനാണെങ്കിൽ ഈ രംഗം കണ്ടു ഭയന്ന് ഞാനങ്ങ് മിണ്ടാതെ പോകും. എനിക്ക് ഇൻവോൾവ്മെന്റ് ഇന്നലെ പറ്റില്ല. എത്ര പേര് പോയി ഇന്നലെ അത് ആരും തടയാൻ ശ്രമിച്ചില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ്. അല്ല, ഞാൻ ഇന്നലെ അബദ്ധത്തിൽ അത് ആരും തടയാൻ ശ്രമിച്ചില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ നിങ്ങളുടെ ജീവനം നിങ്ങൾക്ക് വലിയ അത് പിന്നീട് അതിന്റെ പേരിൽ ഞാൻ പോയിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തൊടാൻ പറ്റാത്ത ഉയരങ്ങളിലേക്ക് എന്നെ അവര് അങ്ങ് പറഞ്ഞു. അത് കാര്യമാണ്. നിങ്ങൾ എന്തിനാ പോകുന്നത്? ഇപ്പൊ ആ രംഗം തന്നെ വായിച്ചു നോക്കിയേ. ഈ പറയുന്ന അലുവ അതുലിനെ ഈ താങ്കൾ പറഞ്ഞ രീതിയിൽ ആ ക്രിയകൾ വെട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് പോലീസാണ് ആ കുറ്റവാളിയെ ആശുപത്രി കൊണ്ടുപോകാനായി തൂക്കിക്കയറ്റുന്നത്. അപ്പൊ ആ പോലീസുകാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതെ, തീർച്ചയായിട്ടും ഇതിൽ ഇത്രയും നമുക്ക് പറയാനുള്ളൂ. നമുക്കിത് പറഞ്ഞു നിർത്തുമ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. കുടിപ്പകകൾ അവസാനിപ്പിക്കാനായിട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ഇങ്ങനെയുള്ള പ്രതികളെയൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു നിയമത്തിലൊക്കെ പെടുത്തി പറ്റുമെന്നുണ്ടെങ്കിൽ എടുത്ത് അകത്തേക്ക് ഇട്ടേക്കുക. കാരണം സ്വൈര്യ ജീവിതത്തിനായിട്ട് ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ നടപ്പില്ല എന്നറിയാം. എന്നാലും അതൊക്കെ ഈ പറയുന്ന പോലെ സർക്കാരിനോ നിയമവ്യവസ്ഥകൾക്കോ അറിയാത്തതെന്നുള്ളല്ലോ. ഇതെല്ലാം ഇന്നലെ തന്നെ പോലീസിന് വിവരം കിട്ടിയിട്ട് പോലീസ് കണ്ണടക്കുകയല്ലേ ചെയ്തേ, അല്ലേ? അവർ എന്നിട്ട് അവസാനം താങ്കൾ തന്നെ കഴിഞ്ഞ നമ്മുടെ സംസാരത്തിൽ പറഞ്ഞു, താങ്കൾ പറഞ്ഞു ഇത്ര മണിക്കൂറുകൾക്ക് അവരെ പിടിച്ചെന്ന്. എടോ, അത് പിടിക്കാൻ ബാധ്യസ്ഥരാണോ പോലീസ്? കൊല്ലാനായിട്ട് ഒരു ഗുണ്ടയെ കൊന്ന് അങ്ങനെയെങ്കിൽ തീരട്ടെ എന്ന് പോലീസ് ചിന്തിച്ചിട്ടില്ലേ ആ ആരും കൊല്ലം നടന്നത്? എന്നിട്ട് പിടിക്കുന്നത് വലിയ കാര്യമാണോ? അല്ല, ഈ ആൾത്തറ വിനീഷ് ഭാഗത്തിനകത്ത് ഇന്റലിജൻസ് റിപ്പോർട്ട് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അത് നിങ്ങൾ മാറ്റി നിർത്തിക്കോ. നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി എടുത്തൊരു സ്റ്റോറി അല്ലേ ഇതിലിപ്പോ. നിങ്ങൾ ഇന്നലത്തെ വിഷയം നോക്കുമ്പോൾ പോലീസിന് ഇത് കിട്ടിയതല്ലേ, എന്നിട്ട് പോലീസ് എന്ത് ചെയ്തു?